ആദ്യം തന്നെ ഗ്രീൻ കളർ ത്രെഡും പിന്നെ നീഡിലും എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ബേസ് ചെയ്യാൻ പോവാണ്. ബേസ് ചെയ്യുന്നതിനായിട്ടൊരു കെട്ട് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് എടുത്തു, അടുത്തത് എടുത്തു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എത്ര അളവ് നീളം വേണം അതനുസരിച്ചാണ് ചെയിൻ സ്റ്റിച്ചിൻ്റെ എണ്ണം കൂട്ടി ചെയ്യുന്നത്. നമ്മൾ ഇന്നിവിടെ 100 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തു പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ 100 ചെയിൻ സ്റ്റിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എണ്ണിയിട്ടാണ് ചെയ്തത്. 100 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ത്രെഡിനകത്തൂടെ എടുത്തിട്ട് അടുത്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വീണ്ടും പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. 2 തവണയായിട്ടാണ് നീഡിൽ പുറത്തേക്ക് എടുക്കുന്നത്. അടുത്ത ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ കൂടെ ത്രെഡ് എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് 2 തവണയായിട്ടാണ് അത് പുറത്തേക്ക് എടുക്കുന്നത് നീഡിൽ. ആദ്യം നീഡിൽ പുറത്തേക്ക് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, പിന്നെ വീണ്ടും 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ 100 ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്തോടെയും ചെയ്യാണ്. ഓരോ തവണയും ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ എടുക്കുമ്പോൾ നൂല് ചുറ്റിയിട്ടാണ് എടുക്കുന്നത് ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ. അപ്പോൾ ഇവിടെ 100 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. 100 ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ സ്റ്റിച്ചെടുത്ത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് വലിച്ചിട്ട് ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത ത്രെഡ് വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് ലോക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ജാസ്മിൻ ഫ്ലവർ ചെയ്യാനായിട്ട് വൈറ്റ് ത്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ത്രെഡ് ആദ്യം തന്നെ ഇതിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ത്രെഡ് അകത്തോടെ എടുത്തിട്ട് ഗ്രീനിൻ്റെ അകത്തോടെ എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് നന്നായി ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ്. 2 കെട്ടിടുന്നുണ്ട്. നമ്മൾ ജാസ്മിൻ ഫ്ലവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ഗ്രീനിൻ്റെ ഫസ്റ്റ് ഒരു ചെയിനകത്തൂടെ ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് ചെയിൻ എടുക്കുകയാണ്. അതിനുശേഷം ഇതിലൂടെ വീണ്ടും ചെയിൻ സ്റ്റിച്ച് തന്നെ എടുത്ത് പിന്നെ നീഡിൽ ത്രെഡ് ചുറ്റി നമ്മളിപ്പോൾ എടുത്ത ഗ്രീൻ ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ തന്നെ പുറത്തെടുക്കുകയാണ്. ഇങ്ങനെ 5 തവണയാണ് ഒരു ഗ്രീൻ ചെയിൻ സ്റ്റിച്ചിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി 2,
3 4 5 അതിന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ആ ചെയിൻ ഒന്ന് വലിച്ച് കുറച്ച് വലുതാക്കി ഇപ്പം നമ്മൾ 5 എണ്ണം ഇതിനകത്തൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ഭാഗത്തൂടെ നീഡിൽ കയറ്റി പഫ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പഫ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം വീണ്ടും ചെയിൻ സ്റ്റിച്ച് എടുക്കുകയാണ്. അങ്ങനെ ഇതിപ്പോൾ ഒരു ജാസ്മിൻ ഫ്ലവറാണ് നമ്മളിവിടെ ചെയ്തത്. അത് കംപ്ലീറ്റ് ചെയ്യാണ്. അതിന് ശേഷം അടുത്തൊരു ചെയിൻ സ്റ്റിച്ച്, ഗ്രീൻ ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ അടുത്തൊരു ജാസ്മിൻ ഫ്ലവർ നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഇതിൽ അവസാനം ഈ ഗ്രീൻ ചെയിൻസ് അവസാനം വരെ ഇതേ റിപ്പീറ്റേഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 5 തവണയാണ് നീഡിൽ ത്രെഡ് ചുറ്റി അകത്തൂടെ എടുക്കുന്നത് ഒരു ജാസ്മിൻ ഫ്ലവർ ചെയ്യുന്നതിനായിട്ട്. രണ്ട്, 3, 4, 5. ഇതുപോലെ തന്നെ എല്ലാ ഗ്രീൻ ചെയിനകത്തൂടെയും നമ്മൾ ഒരു ജാസ്മിൻ ഫ്ലവർ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ്. പഫ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ജാസ്മിൻ ഫ്ലവർ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ഗ്രീൻ ചെയിൻ സ്റ്റിച്ചിനകത്തൂടെയും ഓരോ പഫ് സ്റ്റിച്ച് വെച്ചിട്ട് ജാസ്മിൻ ഫ്ലവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇപ്പോൾ അറ്റം വരെ ജാസ്മിൻ ഫ്ലവർ ഇതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ഗ്രീൻ സ്റ്റിച്ചിലും ചെയ്തിട്ടുണ്ട്.
വൈറ്റ് കളർ ത്രെഡ് കട്ട് ചെയ്ത് കെട്ടിട്ടെടുക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ വൈറ്റ് കളർ ത്രെഡ് കട്ട് ചെയ്തു. അതിനുശേഷം ആ ത്രെഡ് വലിച്ചെടുത്തു. പിന്നീട് ഇവിടെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ഫ്ലവർ ഇതാ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൂല് കെട്ടിട്ടെടുത്തിട്ടുണ്ട്. അതേ സെയിം നൂല് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ നൂല് ഇതിൽ വെച്ച് കെട്ടിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കെട്ടിട്ടിട്ട് നന്നായി ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സൂചി ഇപ്പോൾ ചെയ്ത് വെച്ച സ്റ്റിച്ചിൻ്റെ 2 ഭാഗത്തു കൂടെ ആയിട്ടാണ് വലിച്ചെടുക്കുന്നത്. അറ്റം വരെ ഇങ്ങനെ ഈ സൂചി വെച്ചിട്ട് ഈ നൂല് ഇതിനകത്തൂടെ കയറ്റിയെടുക്കണം. സൂചി അറ്റം വരെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ത്രെഡ് പുറത്തേക്ക് വലിച്ചെടുക്കാം. അപ്പോഴാണ് ജാസ്മിൻ ഫ്ലവർ തുന്നിയെടുത്തതായിട്ട് മാറുന്നത്. റൗണ്ട് ചെയ്ത് വേണം ഇത് വലിച്ച് പുറത്തേക്ക് എടുക്കാൻ ത്രെഡ്. അപ്പോഴാണ് നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങിൽ ഫ്ലവർ വരുന്നുള്ളൂ. നമുക്ക് സാരി എടുക്കുമ്പോഴോ പ്രോഗ്രാംസ് ഡാൻസിനോ മറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് ഇത്. വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് എത്ര അളവ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്കാക്കി വേണം നമ്മളിത് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇപ്പം നമ്മൾ 100 ചെയിൻ സ്റ്റിച്ച് തുടങ്ങിയിട്ടാണ് നമുക്ക് ഈ ചെറിയൊരു വലുപ്പത്തിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ ചെയിൻ സ്റ്റിച്ച് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും വലിയത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ജാസ്മിൻ ഫ്ലവേഴ്സ് ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നീളത്തിൽ വലുപ്പത്തിൽ അത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇനി ഇത് വലുപ്പം കൂട്ടണം എന്നാണെങ്കിൽ വീണ്ടും ഇതുപോലെ ചെയ്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.